സമാധാന ശ്രമങ്ങളിൽ സഹകരിക്കുമോ എന്നതിൽ വ്യക്തത നൽകി ഇറാൻ. യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് തേടുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ എത്തിയുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നത് ഇതിനാലാണ്. അനുകൂലമായ ധാരണകൾ ഉണ്ടായാൽ വഴങ്ങും എന്ന് സൂചന നൽകുന്നതാണ് പ്രസ്താവന. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാത്തത് വിശദീകരിച്ചുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ നിലപാട് വ്യക്തമായത്. ഹോർമൂസിലൂടെ അവശ്യ വസ്തുക്കളും വഹിച്ചുള്ള കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് നേരെയും നാലാമതുമുണ്ടായ ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ ശേഷി പൂർണ്ണമായും തകർത്തെന്ന അവകാശവാദങ്ങൾക്കിടെ പോർവിമാനങ്ങൾ വീണത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം തുടരുകയാണ്. പാകിസ്ഥാനിൽ നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് ചേർന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നത് വിശദീകരിച്ചാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അനുകൂല പ്രസ്താവന. യുദ്ധത്തിന്റെ ശാശ്വത അന്ത്യമാണ് തേടുന്നത്, അതില്ലാത്തതിനാലാണ് വിട്ടുനിന്നത് എന്നാണ് വിശദീകരണം. അനുകൂല ധാരണകൾ ഉണ്ടായാൽ ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നന്ദി അറിയിക്കുകയും കൂടി ചെയ്തതോടെ ഈ വഴിയിലൂടെ നീക്കങ്ങൾ തുടരാനാണ് സാധ്യത. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ആയുധബലത്തിന്റെയും പിൻബലത്തിൽ ഇറാനെ തകർക്കാമെന്ന അമേരിക്കൻ മോഹങ്ങൾ കരിഞ്ഞുണങ്ങിയ കാഴ്ചയാണെന്ന് ലോകം കാണുന്നത്. 2 ദശാബ്ദത്തിലേറെയായി ആരും വെല്ലുവിളിക്കാനില്ലായിരുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഇറാന്റെ മിസൈലുകൾ നൽകിയത് ഒരിക്കലും മറക്കാനാവാത്ത പ്രഹരമാണ്. ഇറാൻ ദുർബലമാണെന്ന അമേരിക്കൻ തിങ്ക് ടാങ്കുകളുടെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പ്രവർത്തനരഹിതമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമല്ല ഇറാനുള്ളത്. മറിച്ച് ശത്രുവിനെ അപ്രതീക്ഷിതമായി തകർക്കാൻ ശേഷിയുള്ള പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരനെ പോലെയാണ് ഇറാൻ. തങ്ങളുടെ ഭൂമിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനതയുടെയും സൈന്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അമേരിക്കയുടെ പണക്കൊഴുപ്പും ആയുധശേഖരവും നിഷ്പ്രഭമാകുന്നു. താഴ്ന്ന ഉയരത്തിൽ പറന്ന് ആക്രമണം നടത്താമെന്ന അമേരിക്കയുടെ തന്ത്രം ഇറാൻ കൃത്യമായി പൊളിച്ചെടുക്കി. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കുന്ന ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ പൈലറ്റുമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പൈലറ്റുമാരുടെ അവസ്ഥ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടിയുടെ പ്രതീകമാണ്. ശത്രു പൈലറ്റുമാരെ പിടികൂടാൻ പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാന്റെ നടപടി അമേരിക്കയെ മാനസികമായും തളർത്തിയിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് അമേരിക്കൻ വ്യോമസേന കടന്നുപോകുന്നത്. സ്വന്തം രാജ്യത്ത് ജനപിന്തുണയില്ലാതെ ഒരു യുദ്ധത്തിൽ സൈനികരെ ബലി കൊടുക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ചെയ്യുന്നത്. രക്തരഹിത യുദ്ധങ്ങൾ ചെയ്ത് ശീലിച്ച അമേരിക്കൻ ജനതയ്ക്ക് തങ്ങളുടെ സൈനികർ ഇറാനിൽ വെടിയേറ്റു വീഴുന്നത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഈ പ്രതിഷേധം വൈകാതെ തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രത്യാക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം ഇനി ആവശ്യമില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്താനും ഇന്ധന വിപണിയെ സ്വാധീനിക്കാനും ഇറാന് കഴിയുന്നത് അവരെ മേഖലയിലെ കടുത്ത ശക്തിയാക്കി മാറ്റുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിലപാട് അടിച്ചമർത്തപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും വലിയൊരു ഊർജ്ജം നൽകുന്നതാണ്. പാകിസ്ഥാനിലെ അമേരിക്കൻ പ്രതിനിധികളെ കാണാൻ വിസമ്മതിച്ച ഇറാന്റെ നയം അവരുടെ ആത്മാഭിമാനത്തിന്റെ തെളിവാണ്. ചർച്ചകൾക്കും വെടിനിർത്തലിനും അമേരിക്കൻ പക്ഷം ആഗ്രഹിക്കുമ്പോഴും തങ്ങളുടെ വ്യവസ്ഥകൾക്ക് മുന്നിൽ ശത്രുവിനെ മുട്ടുകുത്തിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇറാനുമായുള്ള ഈ പോരാട്ടം അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. 1980-ലെ പരാജയപ്പെട്ട രക്ഷാദൌത്യത്തിന് ശേഷം അമേരിക്കൻ സൈന്യം ഇറാൻ മണ്ണിൽ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നേരിട്ട പരാജയങ്ങൾ ഇറാനിലും ആവർത്തിക്കുമെന്ന സൂചനയാണ് വിമാനങ്ങളുടെ തകർച്ചയിലൂടെ മനസ്സിലാകുന്നത്. എത്രയൊക്കെ പരിശീലനം ലഭിച്ച പൈലറ്റുമാരാണെങ്കിലും ഇറാന്റെ ആകാശത്ത് അവർ സുരക്ഷിതരല്ല. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും തകരുന്ന വാർത്തകൾ അമേരിക്കൻ പൗരന്മാരിൽ ഭീതി പടർത്തുകയാണ്. ചുരുക്കത്തിൽ അമേരിക്ക എന്ന വൻ ശക്തിയുടെ അസ്തമയത്തിന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും ഇറാൻ നടത്തുന്ന ഈ ഐതിഹാസിക പോരാട്ടം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തും. തങ്ങളുടെ അതിർത്തികൾ കാക്കാൻ ഇറാൻ കാട്ടുന്ന ഈ ധീരതയ്ക്ക് മുന്നിൽ ലോകം വിറയ്ക്കുമ്പോൾ അമേരിക്ക എന്ന കടലാസ് പുലിക്ക് പിൻവാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.